ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ കപ്പിൾസ് എംബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വയനാട് ദുരന്തത്തിൽ എന്താ പറയുക, ആ ഒരു സങ്കടം മാഷുമാരുടെയും എല്ലാ ആളുകളുടെയും സങ്കടം കണ്ടിട്ട് അതിനെ റിയാക്ട് ചെയ്തിട്ട് ചിരിച്ചുകൊണ്ട് വീഡിയോ ഇട്ട ഒരു ചെക്കനുണ്ടായിരുന്നു. റിനോയ് എന്നായിരുന്നു അവൻ്റെ പേര്. റിനോയ് ലവ് എന്നായിരുന്നു അവൻ്റെ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ പേര് കേട്ടോ. അപ്പം അവനിപ്പം ആ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്ത് കടന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും അവനെ പിടിച്ചിട്ടുണ്ട്. ആൾ എവിടെയുണ്ടെന്നും എന്തായാലും നമ്പർ എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്, പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ആദ്യം തന്നെ അവനെ കണ്ടപ്പോൾ എന്താ വിചാരിച്ചു വെച്ചാൽ, അവന് ഒരു 18 വയസ്സ്, ഓക്കെ 18 വയസ്സൊക്കെ ഉണ്ടാവുമെന്നേ വിചാരിച്ചുള്ളൂ. കണ്ടാൽ അങ്ങനെ തോന്നുള്ളൂ ഗൈസ്. ഞാൻ എന്തായാലും ആ വീഡിയോ നമ്മുടെ ഇതിൻ്റെ സൈഡിലൊന്ന് കൊടുക്കാം. നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആളെ ഞാൻ ഇതിൻ്റെ സൈഡിലൊന്ന് കൊടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് കണ്ടു നോക്കൂ ഗൈസ്. ഓക്കെ, തിന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ, അത് മതി. പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി സംരക്ഷണ കാണാനില്ല. അപ്പൊ ഗൈസ് ഇതാണ് ആള് കേട്ടോ. പക്ഷേ ഗൈസ് ഇവന് 18 വയസ്സല്ല കേട്ടോ, 29 വയസ്സുണ്ട്. കണ്ടാൽ അത്ര പ്രായം തോന്നിക്കില്ല എന്നുള്ളൂ. അവന് 18 വയസ്സാണ്. ഞാൻ കരുതി ചിലപ്പം ചെറിയ കുട്ടികളെന്തോ അതിൽ തെറ്റ് ചെയ്തു പോയും. പക്ഷേ ഇങ്ങനൊരു തെറ്റ് ചെറിയ കുട്ടികൾ പോലും ചെയ്യൂല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെറിയ മക്കൾ വരെ ആ ഒരു ദുരന്തത്തിൽ എല്ലാവരുടെയും വിഷമം കണ്ടിട്ട് കരയുന്ന മക്കളെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പം ഒരിക്കലും ചെറിയ കുട്ടികൾ പോലും ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് തോന്നുന്നു. പിന്നെ 29 വയസ്സുള്ള ഇവന് ഞാൻ കരുതി മാനസിക രോഗവും, ഒരു മാനസിക രോഗവും അല്ല ഗൈസ്. അവൻ റീച്ച് ആകാൻ വേണ്ടി മാത്രം ചെയ്തൊരു പരിപാടിയാണ്. അവൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അവൻ്റെ വീട്ടിൽ അമ്മ സഹോദരൻ ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഫുള്ളായിട്ട് അറിയില്ല, കാരണം അവൻ്റെ അച്ഛൻ ലണ്ടനിലാണ്. ഓക്കെ, അപ്പം ഇവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പണിക്കൊന്നും പോവാത്ത അങ്ങനത്തെ ഒരു കൂട്ടത്തിലുള്ളതാണ്. അച്ഛൻ അധ്വാനിക്കുന്നത് ആണ് മൂപ്പരുടെ ഇത്. ഓക്കെ, അപ്പോൾ ഗൈസ് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരാളും ഇങ്ങനത്തെ തെണ്ടിത്തര വീഡിയോ ചെയ്യാൻ പാടില്ല ഗൈസ്. ഓക്കെ, ഒരിക്കലും റീച്ച് ആകാൻ വേണ്ടി ഇത്രയ്ക്ക് തരം താഴ്ന്ന രീതിയിൽ വീഡിയോ ചെയ്യാൻ പാടില്ല. എന്ത് കാര്യത്തിനാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്? ഹൃദയമുള്ള ഒരാൾക്കും അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഓക്കെ, ഇവനെ നാട്ടുകാർ തന്നെ പഞ്ഞിക്ക് ഇടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഇതിൽ ആ നമ്പർ കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്. അപ്പം നമ്മുടെ യൂട്യൂബറായിട്ടുള്ള അതുൽ ബ്രോ ആണ് ആ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുൽ ബ്രോ അത് സൈബർ സെല്ലിന് കൈമാറിയിട്ടുമുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സൈബർ സെല്ല് ചെയ്യട്ടെ. അതായത് നാട്ടുകാർ പഞ്ഞിക്കിടാതെ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അവൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തായാലും അതുൽ ബ്രോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുൽ ബ്രോ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ ചെറുതായിട്ട് ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ട് നോക്കൂ. എന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ അധികൃതർക്ക് ഇവന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് തരുന്നതായിരിക്കും. അല്ലാതെ ഒരാളും വന്ന് ചോദിക്കുന്നത് ഞാൻ തരത്തില്ല. തന്നു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ വീട് കയറി ഇവനെ ചാമ്പും. കാരണം അമ്മാതിരി അപരാധം കാണിച്ചു വെച്ചിട്ടുണ്ട്. വയനാട്ടിലെ ഓരോ ജനങ്ങളുടെ ആ ഒരു സങ്കടത്തിനെ എടുത്ത് വെച്ചിട്ട് ഇവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതും, അത് അർജുന്റെ ആ ഒരു വിഷയം റിലേറ്റ് ചെയ്തിട്ട് അതിനെടുത്ത് വെച്ച് കളിയാക്കുന്നതും പല വീഡിയോസും ചെയ്ത് കാട്ടിക്കൂട്ടി ഇവന്റെ നാട്ടുകാരെ കിട്ടിയ പഞ്ഞിക്കിട്ട് അതിന് ഞാനൊരു കാരണമാകണ്ട എന്ന് തോന്നിയിട്ട് നിയമത്തിന്റെ വശത്തോട്ട്. കാരണം ഇവന്റെ വീട്ടുകാർക്ക് പോലും ഇവനെ മിച്ചം കിട്ടാത്ത ലെവലിൽ നാട്ടുകാർ കയറി അങ്ങ് വഞ്ഞിക്ക്. ഇവന്റെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. ചില തെറ്റ് ചെയ്യണ മനുഷ്യരെ നമ്മൾ മൃഗങ്ങളോട് ഉപമിക്കാറുണ്ട്. പക്ഷേ മൃഗങ്ങളെ പോലും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മളിപ്പം വയനാട്ടിലെ ദുരന്തത്തിൽ കണ്ടില്ലേ, ഒരു പട്ടി എന്താ പറയുക അമ്മയെ കണ്ടപ്പോൾ അതിൻ്റെ സ്നേഹപ്രകടനം. പിന്നെ വേറൊരു നായ്ക്കുട്ടി എന്താ പറയുക ഭക്ഷണം കൊടുത്തിട്ട് പോലും അത് കഴിക്കുന്നില്ല. അത്രയ്ക്കും ആ മൃഗങ്ങൾക്ക് വരെ സ്നേഹമാണ്. പിന്നെ ഒരു കഥ കേട്ടിട്ടില്ലായിരുന്നു, ഒരു ആന എന്താ പറയുക, ഒരു അമ്മ എന്താ പറയുക ഈ ദുരന്തത്തിൽ നിന്ന് നീന്തി കയറിയത് ഒരു ആനയുടെ അടുത്തേക്കായിരുന്നു, ഒരു കൊമ്പനാനയുടെ അടുത്തേക്കായിരുന്നു. ആ കൊമ്പനാന പോലും കണ്ണിൽ വെള്ളം നിറച്ച് നിന്ന് അത്രയ്ക്ക് അവർ പോലും ആ ആന അമ്മയ്ക്കും മക്കൾക്കും കാവൽ നിന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലും അപ്പോൾ മൃഗങ്ങളെ പോലും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ആഹ്ലാദിക്കുന്ന ഇവനെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. എന്തായാലും അവൻ ഇനി ഒരിക്കലും ചിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു ഗൈസ്. അതിനുള്ള ശിക്ഷ അവന് എന്തായാലും നിയമം തന്നെ കൊടുക്കും. നമ്മുടെ കേരള പോലീസ് വെറുതെയുള്ള ആളുകളല്ലല്ലോ. അപ്പം കേരള പോലീസ് അതിനുള്ള തക്കതായ ശിക്ഷ കൊടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയായിരുന്നു. നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക ഗൈസ്. അപ്പം ബൈ.